നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വായിലെ ക്യാൻസർ ഇപ്പോൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. എങ്ങനെ ഈ രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കാം, എന്തെല്ലാം മുന്നറിയിപ്പുകളെ കരുതിയിരിക്കേണ്ടതുണ്ട്, അതുപോലെ എന്തെല്ലാം അടയാളങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം, എങ്ങനെ ഈ രോഗത്തെ പ്രതിരോധിക്കാം, ഈ വിഷയങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ LS ശ്രീലയാണ്. കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, വായിൽ ക്യാൻസർ വരുന്നതിന് മുന്നോടി എന്തെങ്കിലും സൂചനകൾ കാണാറുണ്ടോ? എന്തെല്ലാം ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സൂചനകൾ കിട്ടും. അതിൽ പ്രധാനമായിട്ടും നമ്മൾ കരുതിയിരിക്കേണ്ടത് വായിലെ വെളുത്ത പാടുകള്, കരിയാതെ നിൽക്കുന്ന വ്രണങ്ങൾ, ഇവയ്ക്ക് നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജിയുടെ തന്നെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതാണ് ഉചിതം. അതല്ലെങ്കിൽ അത്യാവശ്യത്തിന് ഒരു ഡെന്റിസ്റ്റിനെയോ സൗകര്യമുള്ളവർ ഒരു ഡെന്റൽ കോളേജിലോ പോയി ചികിത്സ തേടേണ്ടതാണ്. ഡോക്ടർ, ഇതിൽ പേടിക്കേണ്ട സൂചനകൾ എന്തൊക്കെയാണ്? അതുപോലെ ഉടൻ ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ്? അത് നമ്മളിപ്പോ ചിലപ്പോ ഒരു വെളുത്തപ്പാട്, അതിന് പ്രത്യേകിച്ച് വേദനയോ അല്ലെങ്കിൽ വേറെ ഒരു ലക്ഷണമോ ഇല്ലാതെ അബദ്ധവശാൽ, അതായത് ഇപ്പം നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒരു ദിവസം രാവിലെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞപ്പോ എന്നാ ഇനി മുഖ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു കഴിഞ്ഞ് എന്നാ വായിലും കൂടി ഒന്ന് നോക്കിയേക്കാം എന്നുള്ള രീതിയിൽ വായെല്ലാം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്ന നേരത്തായിരിക്കും ചിലപ്പോ ഒരു വെളുത്ത പാട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അങ്ങനെ ഉള്ളപ്പോ നമുക്ക് ഇത് സാരമില്ല, ഇതിപ്പം ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, ഇതിനു മുന്നേ ഉണ്ടായിരുന്നോ ഇല്ലയോ ഒന്നും അറിയില്ല. അപ്പൊ നമുക്കൊരു സംശയമായി. ഇനി ഈ സംശയം നമ്മുടെ മനസ്സിൽ അത് ഇങ്ങനെ നീറിക്കിടക്കാൻ തുടങ്ങും. അത് പിന്നീട് അയ്യോ എനിക്ക് വേദന ഉണ്ടോ, എനിക്ക് വായിക്കാത്ത നീറ്റൽ തോന്നുന്നുണ്ടോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ കൂടി കൂടി വരാം. അപ്പോ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഡെന്റിസ്റ്റിനെയോ ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ കാണേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരം സംശയങ്ങൾ ഇത് വായിൽ മറ്റു രോഗങ്ങൾക്കും കാരണമാകാം. ഇതിനെ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ മനസ്സിനകത്തുള്ള ഉള്ളിലെ ഒരു പേടി തന്നെ വായിൽ ചില അസുഖങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടാം. എന്നാൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിന്റെ മുന്നോടിയായി വരുന്ന വെളുത്ത പാടുകൾ സാധാരണയായി പുകയില ഉപയോഗമുള്ള ആളുകളിലാണ് കാണേണ്ടത്. പക്ഷെ അങ്ങനെ അല്ലാത്തവരിലും കാണാം. അതെപ്പോഴെന്ന് പറഞ്ഞാൽ കൂർത്ത പല്ലുകള്, ചിലപ്പോൾ വൈപ്പ് പല്ലുകളാവാം, അല്ലെങ്കിൽ സ്വന്തം പല്ലുകൾ തന്നെ വല്ലാതെ കൂർത്ത് നിൽക്കുകയാണ്, അത് സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് തന്നെ കൊണ്ട് ഉരയുകയും അങ്ങനെ സ്ഥിരമായ ഉരസൽ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് വെളുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടാം. ഇത് ക്രമേണ അതിന് വലിപ്പം കൂടാം, കട്ടി കൂടാം, ചിലപ്പോൾ അതിന്റെ പുറം വ്രണപ്പെടാം. അങ്ങനെ വ്രണങ്ങളായി മാറിക്കഴിഞ്ഞാൽ ഇവ ഹീൽ ചെയ്യാതെ, അതായത് കരിവ് വരാതെ തന്നെ തുടർന്ന് പോവാം. അങ്ങനെ ഇരിക്കുന്ന വ്രണങ്ങൾ പിന്നീട് വലിയ ദോഷങ്ങളായി അല്ലെങ്കിൽ പിന്നെ ഒരു സമയം ക്യാൻസർ വരെ ആകാനുള്ള സാധ്യതയുള്ളതാണ്. അത് കാരണമാണ് ഇത്തരം എന്ത് ലക്ഷണം നമ്മൾ കണ്ടാലും തീർച്ചയായും ഒരു വിദഗ്ധയായ ഒരു ഡോക്ടറിന്റെ ഒരു സേവനം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതായത് ഇത് കുഴപ്പമുള്ളതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. ഇനി അത് ആണ് എന്നാണ് ഡോക്ടറുടെ പക്ഷമെങ്കിൽ തീർച്ചയായും അവർ പറയുന്നത് പോലെ തന്നെ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ തരുമ്പോൾ അതനുസരിച്ച് നമ്മൾ ചികിത്സയും അല്ലെങ്കിൽ തുടർന്ന് എപ്പോഴാണോ ചെന്ന് വീണ്ടും പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുന്ന അത് കൃത്യമായി ചെയ്യേണ്ടതും അനിവാര്യമാണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഓറൽ ക്യാൻസറിന്റെ മറ്റ് ലക്ഷണങ്ങളെ കുറിച്ച് കൂടുതലൊന്ന് വ്യക്തമാക്കാമോ? ഓറൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വായിൽ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് ചിലപ്പോൾ മുഴകളായിട്ടോ തടിപ്പായിട്ടോ അങ്ങനെയൊക്കെ തോന്നാം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഈ വെളുത്ത പാടായിട്ടോ വ്രണമായിട്ടോ പ്രത്യക്ഷത്തിൽ കണ്ടില്ലെങ്കിൽ പോലും ചിലപ്പോ ചെറിയ കുഞ്ഞു മുഴകളായിട്ടോ തടിപ്പായിട്ടോ ഒക്കെ വരാം. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ വായിലെ പലതരം സെല്ലുകൾ അല്ലെങ്കിൽ ടിഷ്യൂസിൽ നിന്നും നമുക്ക് വായിൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകാം. അത് സാധാരണയായിട്ട് ആവരണം ചെയ്തിരിക്കുന്ന എപ്പിത്തീലിയത്തിൽ നിന്ന് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഓറൽ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും ഉള്ളിലുള്ള ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള ബാക്കി ടിഷ്യൂസിൽ നിന്നുള്ള ക്യാൻസറുകളും വായിൽ പ്രത്യക്ഷമാകാറുണ്ട്. അത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വെളുത്ത പാടോ വ്രണങ്ങളോ ഒന്നും ആവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ടാണ് കുഞ്ഞു മുഴകളായിട്ടോ നമുക്ക് വേദന ഇല്ലാതെ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ
തീർച്ചയായും ഉടൻ തന്നെ നമ്മൾ പരിശോധനയ്ക്ക് പോകേണ്ടതാണ്. ഡോക്ടർ, ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ അതിൽ വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായും. കാരണം വേദന എപ്പോഴും ക്യാൻസറിന്റെ ഒരു ലക്ഷണമാവണമെന്നില്ല. മിക്കവാറും വേദന ഉണ്ടാകാം, പക്ഷെ വേദന ഇല്ലാതെയും ഇത് വളരും. അതാണല്ലോ നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നതും പലരും അതിന് ഒരു ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കൂർത്ത പല്ലുകൾ കൊള്ളുമെന്ന്. അപ്പം സാധാരണയായിട്ട് ആരും ആണെങ്കിലും ആലോചിക്കും, കൂർത്ത പല്ല് കൊള്ളുകയാണെങ്കിൽ അവിടെ മുറിയുകയാണെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവും, നമ്മൾ അറിയുമല്ലോ എങ്ങനെ സംഭവിക്കുന്നു. അതിന്റെ കാരണം ഇത് ക്രമേണ സംഭവിക്കുന്നതാണ്. കാരണം ഒരു ദിവസം കൊണ്ടല്ല, ഇത് പയ്യെ പയ്യെ അവിടെ ഇങ്ങനെ കൊള്ളുന്നു, ഒരയുന്നു, അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഇത് ഒരു നിത്യസംഭവം, എപ്പോഴും ഉള്ള ഒരു സംഭവമായി മാറുമ്പോൾ നമ്മുടെ ആ എപ്പിത്തീലിയം അല്ലെങ്കിൽ ആ ആവരണം ചെയ്തിരിക്കുന്ന ആ ഒരു ലെയറിന് ഇതൊരു സ്ഥിരമായിട്ടുള്ള ഇതായതുകൊണ്ട് അത് അതുമായിട്ട് അങ്ങ് അക്കസ്റ്റംഡ് ആവും, അല്ലെങ്കിൽ അത് അതിന് പരിചയമുള്ള ഒരു സംഭവമായിട്ട് മാറുന്തോറും ഇതിന് വലിയ വേദന ഇല്ലാതെ തന്നെ തുടരും. പക്ഷേ ഇത് ദോഷഫലങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ആ ടിഷ്യൂസിന് ഉണ്ടാവുന്ന മാറ്റം, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് ക്രമേണ ക്രമേണ ആദ്യമായിട്ട് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാലിഗ്നന്റ് ലീഷനായിട്ട് അതിങ്ങനെ ആദ്യം അങ്ങനെ പ്രത്യക്ഷപ്പെടുകയും ക്രമേണ ആ സെല്ലുകളൊക്കെ മാറി അത് ക്യാൻസറിന്റെ സെല്ലുകളായി മാറും. ഡോക്ടർ, ഏത് പ്രായക്കാരിലാണ് ഈ രോഗം കൂടുതലായി വരുന്നത്? ചെറുപ്പക്കാരിൽ വരാനുള്ള സാധ്യത എത്രത്തോളം കൂടുതലാണ്? ഇത് സാധാരണയായിട്ട് നമ്മുടെ ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ പ്രായമേറിയവരിലാണ് സാധാരണ ഇത് വരാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ചെറിയ പ്രായക്കാരിലും ചെറിയ കുട്ടികളിലും സ്കൂൾ കുട്ടികളിലും വരെ ഇത് പ്രത്യക്ഷപ്പെടും. അത് ഒരു പരിധി വരെ ഈ പുകയിലയുടെ ഉപയോഗത്തിലേക്ക് തന്നെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ വായിലെ അർബുദം അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന പ്രധാന ഇത് കൾപ്രിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുകയിലയും അതിന്റെ ഉൽപ്പന്നങ്ങളുമാണ്. അപ്പൊ അത് സാധാരണയായിട്ട് പണ്ട് കാലത്തൊക്കെ വയസ്സായവരാണല്ലോ മുറുക്കിയിരുന്നത്. ഇപ്പൊ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലം ഇപ്പോൾ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ അപൂർവമായിട്ട് കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ പ്രായമായവര് ഈ സ്ഥിരമായിട്ട് മുറുക്കുന്നവരുള്ളൂ, വായിൽ നിന്ന് മുറുക്കാൻ ഒഴിയാതെ ഉപയോഗിക്കുന്നവരുള്ളൂ. എന്നാൽ ഇതിനകത്തുള്ള ഒരു ചെറിയ ഇതെന്ന് പറഞ്ഞാൽ, നമ്മള് സാധാരണ മുറുക്കാനിലുള്ള പുകയില മാത്രമാണ് പ്രശ്നക്കാരൻ എന്ന് വിചാരിക്കുന്ന പലരും. അടയ്ക്കും ഇതിനകത്ത് നല്ല ഒരു റോളുണ്ട്, നല്ല പങ്കുണ്ട്. അടയ്ക്ക പല വിധത്തിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം, ചില പാക്കറ്റുകളിലൊക്കെ ഇങ്ങനെ മൗത്ത് ഫ്രഷ്നർ ആയിട്ടോ അല്ലെ വായിലെ ദുർഗന്ധം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് വേറെ കെമിക്കൽസും കൂടെ ചേരുന്നുണ്ട്. അവ ഇതിന് കൂടുതൽ ദോഷം ചെയ്യും. അതായത് അതിനൊരു മധുരമോ അല്ലെങ്കിൽ നല്ല സുഗന്ധമോ തരുന്ന പോലെയുള്ള പദാർത്ഥങ്ങളും കൂടി ചേർത്ത് ഈ അടയ്ക്ക വിൽപ്പനയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ മേടിച്ച് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് വലിയ അട്രാക്ഷനാണ്. ചിലപ്പോൾ അതിൽ നിന്നുള്ള മണം അല്ലെങ്കിൽ അതിന്റെ സ്വാദ്, അതിന്റെ നിറം, ഇതെല്ലാം ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും. അത് കാരണമായിരിക്കാം ചെറിയ കുട്ടികളും ഇതിലേക്ക് വഴുതി വീണു പോകുന്നത്. അപ്പൊ അതൊരു പ്രധാന കാരണമാണ്. പിന്നെ മദ്യത്തിന്റെ ഉപയോഗം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. പുകയിലെ മാത്രം കുറ്റക്കാരനാക്കി പറയാൻ പറ്റില്ല. നമുക്ക് മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത്തരം വ്യത്യാസങ്ങൾ തീർച്ചയായും ഉണ്ടാവും. അവര് അതിന്റെ കൂടെ തന്നെ ഒത്തിരി എരിവും മസാലകളും ഒക്കെ ചേർന്ന് ഭക്ഷണം കൂട്ടിക്കഴിക്കും. പിന്നെ ഈ മദ്യവും പുകവലിയും ചിലപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ അപ്പൊ റിസ്ക് അത്രയും കൂടുകയാണ്. കാരണം ഒരുപാട് ഒരുപാട് തരം കെമിക്കൽസ്, പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഈ മദ്യത്തിന്റെ മണം മറയ്ക്കാനായിട്ട് നേരത്തെ പറഞ്ഞ പോലത്തെ ഈ അടയ്ക്കയുടെ ഉൽപ്പന്നങ്ങളോ അല്ലെ പുകയില ഉൽപ്പന്നങ്ങളോ വീണ്ടും വായിലേക്ക് ഇടുക, മൗത്ത് ഫ്രഷ്നേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടുമ്പോൾ അത് വീണ്ടും വലിയ വലിയ ദോഷങ്ങളിലേക്ക് എത്തിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് ആണ് പ്രധാനമായിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാബിറ്റും ഇല്ലാത്ത, ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആൾക്കാരിലും ഇത് വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഒന്ന് ഈ കൂർത്ത പല്ലുകൾ സ്ഥിരമായി മുറിവുണ്ടാക്കുന്നത്, വായിൽ പ്രത്യേകിച്ച് നാവിന്റെ വശത്തും കവിളിലുമൊക്കെ സ്ഥിരമായി മുറിവുണ്ടാക്കുക, അങ്ങനെയുള്ള പ്രശ്നമുള്ളപ്പോൾ അത് ഒരു വശം. പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ, നമ്മള് ഈ കഴിക്കുന്ന ഭക്ഷണം നല്ല പോഷകാഹാരം കഴിക്കുക. അതിന്റെ കുറവുണ്ടെങ്കിൽ പിന്നെ ഇത് ജനിതക ഘടകവും നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതേണ്ടതുണ്ട്. ചിലർക്ക്
അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ചെറിയ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും അത് പെട്ടെന്നൊരു ക്യാൻസർ പോലെയുള്ള അസുഖമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ചിലർ പറയും, ഓ എനിക്കറിയാമല്ലോ 100 വയസ്സായി ഇപ്പോഴും എത്രയോ കാലമായിട്ട് ജനിച്ചപ്പോട്ട് മുറുക്കുന്ന, അവർക്ക് ഒരു കുഴപ്പമില്ല, എന്നിട്ട് ഇവർ വെറുതെ പറയുന്നതാണ്, ഈ ഡോക്ടർമാർ വെറുതെ പറയുന്നതാണ്. പക്ഷെ ആദ്യമായിട്ട് ഒന്നും മുറിക്കിയതായിരിക്കും, അല്ലെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ചെയ്തിട്ടുള്ള ഒരാളിന് പെട്ടെന്ന് തന്നെ വായിൽ വലിയ ലക്ഷണങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുകയും അത് വേഗം തന്നെ ക്യാൻസറായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കേസ് നമ്മുടെ അടുത്തൊക്കെ വരാറുണ്ട്. അതിന്റെയൊക്കെ ഒരു വശം എന്ന് പറയുന്നത് ജനിതക ഘടകങ്ങൾ തന്നെ ആയിരിക്കണം. ഡോക്ടർ, വായുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ അർബുദം വരാം? ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ ഡയഗ്നോസിസ് എങ്ങനെയാണ്? വായുടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അർബുദം വരാം. അതായത് പുറമേയുള്ള ചുണ്ട്, ഉള്ളില് എല്ലാ ഭാഗത്തും, നാവില്, അണ്ണാക്കില്, വായുടെ ഫ്ലോർ ഓഫ് ദ മൗത്ത് എന്ന് പറയുന്ന അടിഭാഗത്ത് ഒക്കെ ഏത് ഭാഗത്ത് വേണമെങ്കിലും അർബുദം ഉണ്ടാകാം. പക്ഷെ സാധാരണയായിട്ട് ഓരോ ഭാഗത്തും വരുന്നത് ഏത് തരം ക്യാൻസർ എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം വരാറുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ബീഡി വലിക്കുന്ന ആളിനാണെങ്കിൽ ചുണ്ടിന്റെ ഇരുവശങ്ങളുടെയും ഉള്ളിലായിട്ടായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും ക്യാൻസർ ഡെവലപ്പ് ചെയ്യണതും ചിലപ്പോൾ അവിടെയാകും. എന്നാൽ അമിതമായി വെയിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ ആൾക്കാരില് വെയിലൊക്കെ വളരെ സാധാരണമായിട്ടുള്ളത് കൊണ്ട് അത് അത്ര ഒരു പ്രശ്നം ഉണ്ടാക്കാറില്ല. എന്നാൽ പോലും ഒരു പരിധി വരെ സൂര്യാഘാതം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള അത്രയും വെയിലൊക്കെ കൊണ്ട് നടക്കുന്നവർക്ക് ചിലപ്പോൾ ചുണ്ടിന് പുറമേ തന്നെ ഈ ക്യാൻസറിന്റെ മുന്നോടിയായുള്ള ലക്ഷണങ്ങളോ അതുപോലെയുള്ള അസുഖമോ വരാൻ സാധ്യതയുണ്ട്. കൂടുതലും യൂറോപ്യൻസിനും അങ്ങനെയുള്ള പോപ്പുലേഷൻ ഈ വെയിലൊന്നും അധികം ഇല്ലാത്തവർക്കാണ്. പിന്നെ നാവും ഫ്ലോർ ഓഫ് ദ മൗത്ത് ആ ഭാഗത്ത് വരുന്ന ക്യാൻസറുകളാണ് നമ്മൾ വളരെ കരുതിയിരിക്കേണ്ടത്. കാരണം അവിടെ ആ ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകൾ പിന്നീട് അതിന്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഇത് വളരെ മോശമാവാൻ സാധ്യതയുണ്ട്. അത് ഇപ്പോൾ ഗുരുതരമായ അവസ്ഥയിലേക്ക്. ഡോക്ടർ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെയും പൂർണ്ണമായിട്ടൊരു ക്യാൻസറായി മാറുന്നത് എപ്പോഴാണ്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമുക്കിപ്പോ ഒരു രോഗിക്ക് ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണം കണ്ടാൽ ഇത് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര നാള് കഴിയുമ്പോൾ ക്യാൻസർ ആകും അല്ലെങ്കിൽ ഇതാകില്ല എന്ന് 100% ഉറപ്പിച്ച ഒരു ഡോക്ടർക്കും ക്ലിനിക്കലി നോക്കിയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് സാധ്യതകൾ ആലോചിച്ച് അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് ഇതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാം അതേ പറ്റുള്ളൂ. അല്ലാതെ കൃത്യമായിട്ട് എത്ര നാൾ കഴിയുമ്പോൾ ഇത് ക്യാൻസർ ആവും എന്ന് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ഡോക്ടർ, ഇത്തരം ക്യാൻസറുകൾ എത്രത്തോളം അപകടകരമാണ്? അതുപോലെ വായുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ വരുന്ന ക്യാൻസറുകളാണ് കൂടുതൽ അപകടകാരികളായിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, വായിലെ ക്യാൻസറുകൾ സാധാരണഗതിയിൽ അടുത്തുള്ള ഭാഗത്തേക്ക് തന്നെയാണ് പടർന്നു പിടിക്കാറുള്ളത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നാക്കിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ അല്ലെങ്കിൽ കവിളിൽ വരുന്ന ക്യാൻസർ ആണെങ്കിൽ അത് ആദ്യം തന്നെ നമ്മുടെ താടിയെല്ലിന്റെ അസ്ഥിയിലേക്ക് ചിലപ്പോൾ എന്ന് വരാം, അങ്ങനെ പടർന്നു എന്ന് വരാം. പിന്നെയുള്ളത് നമ്മുടെ ലിംഫ് നോഡുകൾ, ആ ലിംഫ് ഗ്രന്ഥികളിലേക്ക് പടർന്നു പിടിക്കാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ പിടിക്കാവുന്ന ദൂരെയുള്ള സ്ഥലങ്ങളിലോട്ട് നമുക്ക് സെക്കൻഡറീസ് ആയിട്ടൊക്കെ വരാവുന്നതാണ്. പക്ഷെ അതിനുള്ള സാധ്യത പൊതുവെ ഈ ഓറൽ സ്ക്വാമസ് സെൽ കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസറിന് കുറവാണ്. അത് അടുത്തുള്ള ഭാഗത്തുള്ള പേശികളിലും അസ്ഥിയിലും ഒക്കെയാണ് പിടിക്കാറുള്ളത് കൂടുതലായിട്ട്. എന്നാൽ മറ്റൊരു വശം കൂടി ഉള്ളത്, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വരുന്ന വേറെ ക്യാൻസറുകളും വായിൽ ക്യാൻസറായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പൊ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ ഡിസ്റ്റന്റ് ആയിട്ടുള്ള എക്സാമ്പിൾ, ഇപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ആണുങ്ങളിൽ കാണുന്ന ക്യാൻസർ ചിലപ്പോൾ നമ്മുടെ താടിയെല്ലിലോട്ട് വ്യാപിച്ചതായി നമ്മൾ കേസസ് വരാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള സംഭവങ്ങൾക്കും സാധ്യതയുണ്ട്. പിന്നെ ഇപ്പൊ ചോദിച്ചതുപോലെ ഏറ്റവും മോശമായ സൈറ്റ് ഏതാണെന്ന്, അതായത് എവിടെ ക്യാൻസർ വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതെന്ന് ചോദിച്ചാല് നാവിന്റെ ഇരുവശങ്ങളും അടിവശവും വായുടെ അടിഭാഗങ്ങളിൽ ഉള്ള ആ ഭാഗത്തൊക്കെ വരുന്ന ക്യാൻസറാണ് സാധാരണഗതിയിൽ പെട്ടെന്ന് തന്നെ അത് ഈ പേശികളിലും
അല്ലെങ്കിൽ ലിംഫ് നോഡ്സിൽ ഒക്കെ ബാധിക്കാനും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനും വലിയ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കാനും സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട് ഈ ക്യാൻസറുകളെയാണ് നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത്. ഡോക്ടർ, ഓറൽ ക്യാൻസറുകൾ എത്രത്തോളം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? അതിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് എത്ര പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്രയും വേഗം തന്നെ ചികിത്സ തുടങ്ങുകയും ചെയ്താൽ നമുക്ക് എപ്പോഴും അത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനുള്ള സാധ്യത അതുപോലെ കൂടുതലാണ്. എന്നാൽ വളരെ വൈകിയാണ് ഇത്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. പൂർണ്ണമായും ചികിത്സിക്കാൻ തന്നെ സാധിക്കാതെയും വരും. ഒരുപാട് വൈകല്യങ്ങളും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ കൂടുതലായിരിക്കും. നമുക്ക് മരുന്ന് കൊണ്ട് എത്രത്തോളം ഇത് ഭേദമാക്കാൻ സാധിക്കും ഡോക്ടർ? മരുന്ന് കൊണ്ട് നമുക്ക് ഈ ക്യാൻസറിന് മുന്നോടിയായി വരുന്ന ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ഡെന്റിസ്റ്റോ അല്ലെങ്കിൽ ഏറ്റവും ഉചിതം ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിനെയോ തീർച്ചയായും സമീപിക്കണം എന്ന് ഞാൻ ആദ്യം മുതലേ പറഞ്ഞു. കാരണം അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തരുവാൻ സാധിക്കും. കൃത്യമായി എന്നൊക്കെയാണ് വീണ്ടും അടുത്ത ചെക്കപ്പിന് ചെല്ലേണ്ടത്, ബയോപ്സി പോലെയുള്ള ടെസ്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് എപ്പോഴാണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എന്താ പറയണ്ടത്, നമ്മൾ എപ്പോഴും ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു നിരീക്ഷണത്തിലായിരിക്കും ആ ഡോക്ടറിന്റെ. അപ്പൊ എന്ത് ചെറിയ രീതിയിലുള്ള മാറ്റം വന്നാലും അത് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ചികിത്സയോ നിർദ്ദേശിക്കാനും സാധിക്കും. അത് അതേ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വർഷങ്ങളോളം ഇത് ക്യാൻസർ ആവാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഇത് ക്യാൻസർ ആയി കഴിഞ്ഞാലും ഇങ്ങനെ ഇതുപോലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളിന് പെട്ടെന്ന് തന്നെ ഒരു വ്യത്യാസം വന്ന് ക്യാൻസർ ആയി എന്ന് കണ്ടുപിടിക്കുകയാണെങ്കിലും ഉടനെ തന്നെ അതിന്റെ ചികിത്സ ആരംഭിച്ചാൽ തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടുകയും അത് നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നതുമാണ്. ഡോക്ടർ, ഇതിനുള്ള ശസ്ത്രക്രിയയെ കുറിച്ചൊന്ന് കൂടുതൽ വ്യക്തമാക്കാമോ? ഓറൽ ക്യാൻസറിന്റെ ശസ്ത്രക്രിയക്ക് മുമ്പായിട്ട് ഞാൻ ഈ മുന്നോടിയായി കാണുന്ന ലക്ഷണങ്ങളിൽ നമുക്ക് ചെറിയ ശസ്ത്രക്രിയകൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പൊ ചിലപ്പോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെളുത്ത പാടോ ചുവന്ന പാടോ തടിപ്പോ ഒക്കെ നമ്മൾ വായിൽ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ കൂടെ സംശയങ്ങളുമായി ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശൈലജയാണ്. ശൈലജ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. ശൈലജ, കേൾക്കാമോ? കേക്കാം. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. ഡോക്ടർ നമസ്കാരം. പിന്നെ ഡോക്ടർ, എനിക്ക് കുറെ നാളായിട്ട് ഒരു 3-4 വർഷമായിട്ട് വായിക്കാത്ത ഇങ്ങനെ നാക്കിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു സിസ്റ്റ് പോലെ വരുന്നുണ്ടായിരുന്നേ. അപ്പൊ ഇതുപോലെയാ ഒരു ചെറിയ നൊണല് പോലെ ചെറിയ ഇങ്ങനെ അതിപ്പോ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു, കുറെ ഡോക്ടർമാരെ കാണിച്ചു, ENT കാണിച്ചു, അല്ലാതെ കുറെ ഡോക്ടർമാരെ കാണിച്ചു, ഹോമിയോ ഡോക്ടറെ കാണിച്ചു. ഒക്കെ അവർ പറയുന്നത് പേടിക്കണ്ട ചേച്ചി, പിന്നെ ഇത് ഗ്യാസിൻ്റെതാണെന്നാ പറയുന്നത്. എന്നിട്ട് പിന്നെയും വരുന്നുണ്ടോ? അത് വന്നിട്ട് അത് പിന്നെ അത് കാണാതെ ആവുന്നുണ്ടോ? എന്നിട്ട് വീണ്ടും പിന്നെ അത് പോകും. പിന്നെയും ഇടയ്ക്ക് ഇങ്ങനെ നമ്മള് അപ്പൊ പറയും കടല, പയറ്, ഉരുളക്കിഴങ്ങ് അങ്ങനെ മുതലായ സാധനങ്ങൾ കഴിക്കരുത്. അപ്പം ശരി, ഓക്കെ. അപ്പൊ ഞാൻ നിർത്തുമ്പം ഉണ്ടാകുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോ പിന്നെ എനിക്കത് ഉണ്ടാകുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ചില സമയത്ത് എനിക്ക് ചെറുതയുടെ സൈഡ് വരും, ചിലക്കകത്ത് അത് പോകും, പാടെ പോകും, പിന്നെ കാണത്തില്ല. പിന്നെ ചിലപ്പോ നമ്മൾ ചിറിയുടെ അകത്ത് സൈഡിലായിട്ട് പൊട്ടും, അതങ്ങ് പോകും. അങ്ങനെ റെഗുലറായിട്ട് നിൽക്കുന്നില്ല സാധനം. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോ അത് തന്നെ പോകുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. ഇത് ഇപ്പം അവസാനം ഇതെങ്ങനെ ഉണ്ടായത്? ഇപ്പം എനിക്കിപ്പം ഈ താഴത്തെ ചുണ്ടിന്റെ താഴത്തെ ചിറിയുടെ അകത്ത് സൈഡിലായിട്ട് തൊലി പോയായിരുന്നു. അപ്പോൾ ഞാന് പിന്നെ
എന്താ പറയുന്നത്, ഒന്നും ചെയ്തില്ല, മെഡിസിൻ ഒന്നും കഴിച്ചില്ല. ആ, ഇന്ന് ആ, 2 ദിവസം അതന്നെ മുമ്പ് പോയി. 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ആ, ഇല്ല. ഇപ്പം ഇപ്പൊ ആ, ചെറുതായിട്ടേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ചുണ്ടൊക്കെ ആ, കടിക്കുമ്പോ പൊട്ടുമല്ലോ, അതുപോലെ ഉള്ളൂ. അതങ്ങും. പിന്നെ മനസ്സിലായി. ഇപ്പൊ തൊണ്ടയടപ്പുണ്ട്, മിക്ക ദിവസവും എനിക്ക് തൊണ്ടയടപ്പാ. ആ, പിന്നെ അപ്പൊ ഡോക്ടർ തണുപ്പാണല്ലോ. തണുപ്പാ. ശൈലജയ്ക്ക് എത്ര പ്രായമുണ്ട്? എനിക്കിപ്പം 57 വയസ്സുണ്ട്. ആ, ആ അപ്പൊ കുഴപ്പമില്ല, പേടിക്കാനുള്ള സംഗതികളൊന്നും ഇല്ല. ഞാനത് പ്രായം കൂടി എടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാല് ഈ ഒരു ഉം, പ്രായത്തിൽ ഉള്ള സ്ത്രീകളില് നമുക്ക് ആ കുറെ മാറ്റങ്ങൾ ശരീരത്തിന് മൊത്തമായിട്ട് വരും. അതിന്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞ ആ പോലത്തെ ലക്ഷണങ്ങൾ വരാം. ആ പിന്നെയുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ആഹാര സാധനങ്ങളിൽ ഏതിലെങ്കിലും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഒരു അലർജിക് ടെൻഡൻസി ഉണ്ടായിരിക്കാം. ആ അതുകൊണ്ടായിരിക്കാം അത് കഴിക്കുമ്പോൾ ഇങ്ങനെ വരുന്നത്. അല്ലാതെ ആ ഗ്യാസ് കൊണ്ട് അങ്ങനെ ഞൊണല് പോലെ വന്ന് പൊട്ടുക എന്ന് പറയുന്ന അത് സാധ്യത കുറവാണ്. ആ പിന്നെ അല്ലാതെ വായിക്കകത്ത് ഈ ചെറിയ വായ്പുണ്ണെന്ന് പറയുന്ന പോലെ അൾസറുകൾ, അതും പല പല കാരണങ്ങൾ കൊണ്ട്, അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് പോസ്റ്റ് മെനോപോസൽ ആയിട്ടോ അല്ലെങ്കിൽ ആ നമുക്ക് ബി കോംപ്ലക്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ആ എന്തെങ്കിലും അലർജി കൊണ്ടോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഇതൊന്നും എനിക്ക് പേടിക്കേണ്ട ഡോക്ടർ കാര്യങ്ങളല്ല. എനിക്ക് ഡോക്ടറെ നേരിട്ട് കാണാൻ പറ്റുമോന്ന്? തീർച്ചയായിട്ടും ഇവിടെ ആ കോട്ടയം ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ വരിക. ഓറൽ ഉം, മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗം, അതായത് ഡെന്റൽ കോളേജിന്റെ OP തന്നെയാണ്. അവിടെ ആ വന്നാൽ തീർച്ചയായിട്ടും കാണാം. ഡോക്ടർ ശ്രീകര എന്നല്ലേ പേര്? അറിയില്ല. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ സർജറിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർക്ക് തുടരാം. അതെ, അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ക്യാൻസറിന് മുന്നോടിയായ ലക്ഷണങ്ങളിൽ കാണുന്ന വെളുത്ത പാടോ ചുമന്ന പാടുകളോ അല്ലെങ്കിൽ തടിപ്പോ ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അത് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുന്ന ലീഷനുകളാണെങ്കിൽ നമുക്കത് സർജറി ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ മാറ്റുന്നത് കൊണ്ട് പിന്നെ നമുക്ക് ഒരു പരിധി വരെ ആ പേടിയിൽ നിന്ന് ഒഴിവാകാനും പറ്റും. അവിടെ പൂർണ്ണമായി കരിവ് വരികയാണെങ്കിൽ പിന്നീട് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പൊ അത്തരം ലീഷൻസ് ഉള്ളപ്പോൾ നമുക്ക് ഈ ക്യാൻസർ അല്ലെങ്കിൽ കൂടി ചെറിയ തോതിലുള്ള സർജിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് അതിനെ നേരിടാവുന്നതാണ്. ഇനി ക്യാൻസർ ആയി കഴിഞ്ഞാൽ സർജറി എന്ന് പറയുന്നത് അതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതി തന്നെയാണ്. ക്യാൻസറിന് നമുക്കറിയാമല്ലോ, ഒന്നെങ്കിൽ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി, ഇത് തന്നെയാണല്ലോ ക്യാൻസറിന്റെ ചികിത്സാ രീതികൾ. അതില് വായിലെ ക്യാൻസറിന് സർജറിക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് തീർച്ചയായും നമുക്ക് സർജറി ചെയ്ത് മാറ്റാവുന്ന രീതിയിലുള്ള ഏത് ക്യാൻസർ ആണെങ്കിലും അത് തന്നെയാണ് ഫസ്റ്റ് ചോയ്സ്. നമ്മൾ സർജിക്കൽ റിമൂവൽ ആണ് ചെയ്യേണ്ടത്. ഡോക്ടർ, ഈ ഓറൽ ക്യാൻസർ തടയാൻ സംസ്ഥാന സർക്കാർ തലത്തിൽ എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? അത് ഇപ്പൊ നമുക്കറിയാം, എല്ലാ ഡെന്റൽ കോളേജുകളിലും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഓറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട്. ഈ പറഞ്ഞതുപോലെ വളരെ വിദഗ്ധരായ ഡോക്ടർമാർ ഡോക്ടർ, ധാരാളമുണ്ട്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. മാളയിൽ നിന്ന് സജീവാണ്. സജീവ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, ചോദിക്കും. നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ വായല ഇടയ്ക്കിടയ്ക്ക് നാക്കുമ്മ പിടിച്ച് പല്ല് കടിക്കുക, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തൊലി പോവുക, ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വായയുടെ സൈഡില് കവളത്തൊക്കെ തൊലി പോവുക, കുറച്ച് മാറും, തനിയെ മാറും. അതല്ലേ, കരിവ് വരുന്നുണ്ടോ? പൂർണ്ണമായി കരിവ് വരുന്നുണ്ടോ? അത് തൊലി തിരിച്ച് പഴയതുപോലെ ആവുന്നുണ്ടോ? പഴയ പോലെ ആവുന്നുണ്ട്. എന്നാ പിന്നെ പേടിക്കണ്ട. പക്ഷെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇതുപോലെ നാവ് അല്ലെങ്കിൽ കവിള് കടിച്ചു പോയിട്ട് അത് കരിയാണ്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഒരു 2-3 ആഴ്ച വരെ മാക്സിമം നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും കരിഞ്ഞിട്ടില്ല എങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ പോയി കാണേണ്ടതാണ്. അത് ഓറൽ മെഡിസിൻ ഡോക്ടർ ഉണ്ടെങ്കിൽ തീർച്ചയായും അത്രയും നല്ലത്. ഇല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെങ്കിലും കൊണ്ടുപോയി കാണിക്കണം. ശരിക്കും കവളത്തോ അല്ലെങ്കിൽ നാക്കുമ്മൊക്കെ പിടിച്ച് കടിക്കും, അത് 2 ദിവസത്തിനുള്ളിൽ അത് മാറും, കുറവ് പിന്നെ അല്ലാണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ എന്നാലും സ്ഥിരമായി ഒരേ ഭാഗത്ത് തന്നെ കടി കൊള്ളുക അല്ലെങ്കിൽ അത് കരിയാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് ഒരു അങ്ങനെയില്ല കൺസൾട്ടേഷൻ. ഡോക്ടറെ. പിന്നെ ഈ വായയുടെ അവിടെ ഇവിടെ തൊലി പോവുക, അങ്ങനെ ഒരു കുഴപ്പം വരുന്നുണ്ട്. അത് ഈ അൾസറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വയറിന്റെ കംപ്ലൈന്റ് അത് ഉള്ളതാണ്. അതെ, പല 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 കാരണങ്ങൾ കൊണ്ടാണ് ഈ തൊലി പോവുക എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരേ കാര്യം കൊണ്ടാവില്ല. ഞാൻ മുമ്പേ വിളിച്ച പ്രേക്ഷകരോടും പറഞ്ഞിരുന്നു. അതായത് അതിന് പല പല കാരണങ്ങളുണ്ട്. ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഈ
കുളിച്ചു തികട്ടലും വയറിന്റെ അസുഖം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോ അത് സംഭവിക്കാം. ചിലപ്പോ ചില സാധനങ്ങൾ നമ്മുടെ വായിൽ തട്ടുന്നതിനോട് നമുക്കുള്ള ഒരു അലർജി കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചില ത്വക്ക് രോഗങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് അങ്ങനെ വരാം. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമായ ചികിത്സാ സൗകര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. അതെ അതെ, ഞങ്ങള് ഇപ്പം എല്ലാ സർക്കാർ ആശുപത്രികളിലും നമുക്കറിയാമല്ലോ, ഒരു ഓറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റിന്റെ ജില്ലയിലും ഒരു ഡെന്റിസ്റ്റിന്റെ എങ്കിലും ഒരു കൺസൾട്ടേഷനുള്ള സൗകര്യമുണ്ട്. തീർച്ചയായും നമുക്ക് ആലോചിക്കാവുന്നത് ഈ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിലും കൂടി ഇത്തരം ഡോക്ടർമാരെ കൂടെ നിയമിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഓറൽ ക്യാൻസർ സ്ക്രീനിങ് പോലെയുള്ള ഇത് ചെയ്യുവാനും ആർക്കെങ്കിലും ഒക്കെ നോട്ടീസ് ചെയ്യാതെ കിടക്കുന്ന ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനും നേരത്തെ തന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് അതിന്റെ ചികിത്സ തുടങ്ങുവാനും ഒക്കെ സാധിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. പിന്നെ സർക്കാരിന്റെ 6 ഡെന്റൽ കോളേജുകളിലും ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ പല ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്തും അല്ലാതെ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയും ആൾക്കാർക്ക് ഈ പുകയില ഉപയോഗം, അതിന്റെ നിരോധനം, അതിന് സഹായമായ രീതിയിൽ ടൊബാക്കോ സെസേഷൻ ക്ലിനിക്സ് എല്ലാ ഡെന്റൽ കോളേജുകളിലും നടത്തുന്നുണ്ട്. അപ്പം ഈ വകയിലുള്ള എല്ലാ സേവനങ്ങളും ഇത് ലഭ്യമാണ് എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അത് ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം തീർച്ചയായും. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഓറൽ ക്യാൻസറിനെ കുറിച്ചും പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിച്ചത് ഡോക്ടർ LS ശ്രീലയാണ്. ഡോക്ടർ നന്ദി. നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.